രണ്ട് കാല് പൂർണ്ണമായിട്ട് തളർന്ന ഒരാൾക്ക് ഒരു കൈ കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിലാണ്. അതായത് ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, ഗിയർ എല്ലാം ഒരു കയ്യിൽ കൺട്രോൾ ചെയ്ത് കണ്ട് ഓടിക്കാം. ഇതിപ്പോൾ രണ്ട് കാല് തളർന്ന ഒരാൾക്കുള്ള മോഡലാണ്. ഇതിൽ തന്നെ ഒരു കാല് തളർന്ന ആൾക്ക് വേറെ മോഡൽ. വൈകല്യത്തിന്റെ രൂപം അനുസരിച്ച് പല മോഡലുമാണ്. ഉണ്ട്. ഇപ്പൊ നമ്മള് ടൗൺ ഡ്രൈവ് നമുക്ക് ഇങ്ങനെ ചെയ്യാം. കുറെ ദൂരം യാത്ര ചെയ്യുമ്പോൾ ഈ കയ്യിനൊന്ന് റിലാക്സ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഹൈവേയിൽ കയറിയാൽ നമുക്ക് ഈ റൈറ്റ് ഹാൻഡിന്റെ മുകളിൽ ആക്സിലേറ്ററും ബ്രേക്കും ഉണ്ട്. സപ്പോസ് ഈ ഫംഗ്ഷൻ എന്തെങ്കിലും ഫാൾട്ട് വന്നാൽ തന്നെ നമുക്ക് ഇതൊരു അഡീഷണൽ ഫെസിലിറ്റി ആയിട്ട് നമുക്ക് ഇതിനെ കാണാം. ഉണ്ട്. ഇപ്പോൾ നമ്മൾ വീൽ ചെയറിൽ വന്ന് ഈ ഡ്രൈവർ സീറ്റൊക്കെ കയറുമ്പോൾ സീറ്റ് മുന്നോട്ട് കുറെ തള്ളിയിരുന്നാലേ നമുക്ക് കുറച്ച് പ്രയാസവും കയറാൻ. അപ്പൊ നമ്മളത് കുറച്ചും കൂടി ചാനലിട്ടിട്ട് ബൈയോട്ടാക്കിയിട്ടുണ്ട്. അതല്ല, അപ്പൊ നമ്മൾ കാല് റിലാക്സ് ചെയ്തിട്ട് മുന്നോട്ട് ഇരിക്കാൻ കഴിയും. സ്വപ്നം കാണാനും സാക്ഷാത്കരിക്കാനും ഇനിയും ചിലത് ബാക്കിയുണ്ടെന്ന ചിന്ത പിന്മാറാത്ത ഈ പോരാളിയെ വീണ്ടും കൈപിടിച്ച് നയിക്കുകയാണ്. ജീവിതത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത സ്ഥിതിയിൽ എനിക്ക് ഒരു ആഗ്രഹം കൂടി, ഏതെങ്കിലും ആരെങ്കിലും സ്പോൺസർ തരികയാണെങ്കിൽ ഒരു കാർ റേസിൽ പങ്കെടുക്കാന്നുള്ള, അതായത് രണ്ട് കാല് തളർന്ന ആളുകളെ കൂടെ ഒരു കാർ റേസിൽ പങ്കെടുക്കാന്നുള്ള ആഗ്രഹം കൂടിയുണ്ട്. സന്ധ്യയുടെ കൈ രണ്ട് കാല് പൂർണ്ണമായിട്ട് തളർന്ന ഒരാൾക്ക് ഒരു കൈ കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിലാണ്. അതായത് ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, ഗിയർ എല്ലാം ഒരു കയ്യിൽ കൺട്രോൾ ചെയ്ത് കണ്ട് ഓടിക്കാം. ഇതിപ്പോൾ രണ്ട് കാല് തളർന്ന ഒരാൾക്കുള്ള മോഡലാണ്. ഇതിൽ തന്നെ ഒരു കാല് തളർന്ന ആൾക്ക് വേറെ മോഡൽ. വൈകല്യത്തിന്റെ രൂപം അനുസരിച്ച് പല മോഡലുമാണ്. ഉണ്ട്. ഇപ്പൊ നമ്മള് ടൗൺ ഡ്രൈവ് നമുക്ക് ഇങ്ങനെ ചെയ്യാം. കുറെ ദൂരം യാത്ര ചെയ്യുമ്പോൾ ഈ കയ്യിനൊന്ന് റിലാക്സ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഹൈവേയിൽ കയറിയാൽ നമുക്ക് ഈ റൈറ്റ് ഹാൻഡിന്റെ മുകളിൽ ആക്സിലേറ്ററും ബ്രേക്കും ഉണ്ട്. സപ്പോസ് ഈ ഫംഗ്ഷൻ എന്തെങ്കിലും ഫാൾട്ട് വന്നാൽ തന്നെ നമുക്ക് ഇതൊരു അഡീഷണൽ ഫെസിലിറ്റി ആയിട്ട് നമുക്ക് ഇതിനെ കാണാം. ഉണ്ട്. ഇപ്പോൾ നമ്മൾ വീൽ ചെയറിൽ വന്ന് ഈ ഡ്രൈവർ സീറ്റൊക്കെ കയറുമ്പോൾ സീറ്റ് മുന്നോട്ട് കുറെ തള്ളിയിരുന്നാലേ നമുക്ക് കുറച്ച് പ്രയാസവും കയറാൻ. അപ്പൊ നമ്മളത് കുറച്ചും കൂടി ചാനലിട്ടിട്ട് ബൈയോട്ടാക്കിയിട്ടുണ്ട്. അതല്ല, അപ്പൊ നമ്മൾ കാല് റിലാക്സ് ചെയ്തിട്ട് മുന്നോട്ട് ഇരിക്കാൻ കഴിയും. സ്വപ്നം കാണാനും സാക്ഷാത്കരിക്കാനും ഇനിയും ചിലത് ബാക്കിയുണ്ടെന്ന ചിന്ത പിന്മാറാത്ത ഈ പോരാളിയെ വീണ്ടും കൈപിടിച്ച് നയിക്കുകയാണ്. ജീവിതത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത സ്ഥിതിയിൽ എനിക്ക് ഒരു ആഗ്രഹം കൂടി, ഏതെങ്കിലും ആരെങ്കിലും സ്പോൺസർ തരികയാണെങ്കിൽ ഒരു കാർ റേസിൽ പങ്കെടുക്കാന്നുള്ള, അതായത് രണ്ട് കാല് തളർന്ന ആളുകളെ കൂടെ ഒരു കാർ റേസിൽ പങ്കെടുക്കാന്നുള്ള ആഗ്രഹം കൂടിയുണ്ട്. സന്ധ്യയുടെ കൈ